നമസ്കാരം, എൻ്റെ പേര് ദക്ഷൻ വ്യാൻ. ഞാൻ SDVGUPS നീർക്കുന്നം സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പ്രൊജക്റ്റാണ്. പണ്ട് കാലങ്ങളിൽ തുണി അലക്കാനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അലക്കുകല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പുരോഗമിച്ച് വാഷിംഗ് മെഷീൻ തുടങ്ങിയ മെഷീനുകളിലേക്ക് വന്നു. എന്നാൽ അത് കാരണം കൂടുതലായി ഇലക്ട്രിക്കൽ എനർജി ലോസ് ഉണ്ടാകുന്നു. അത് തടയാനായി ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ പേര് ക്ലോത്ത് വാഷിംഗ് സൈക്കിൾ എന്നാണ്. ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് മുഴുവനായും മാനുവലാണ്. ഇതിന് വേണ്ട മെറ്റീരിയൽസ് ഒരു സൈക്കിൾ, ഒരു കണ്ടെയ്നർ, അയൺ റോഡ്, അയൺ പൈപ്പ്, എയർ ടൈറ്റ് ഡോറ്. ഒരു സൈക്കിളിൻ്റെ പുറകുഭാഗത്തെ ചെയിനുമായി ഒരു 90 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റോഡ് ഘടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഒരു കണ്ടെയ്നറിൽ എയർ ടൈറ്റ് ഡോറ് ഫിറ്റ് ചെയ്ത് അതുമായി ഘടിപ്പിക്കുക. പിന്നീട് അതിന് ഒരു സപ്പോർട്ട് കിട്ടാനായി ഒരു സ്റ്റാൻഡ് ഈ കാണുന്ന രീതിയിൽ അതിൽ ഫിറ്റ് ചെയ്യുക. സൈക്കിൾ മറിഞ്ഞു വീഴാതിരിക്കാനായി പുറകിലും ഈ സൈഡിലുമായി ഇങ്ങനെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുക. സൈക്കിൾ പെഡൽ ചവിട്ടുമ്പോൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാതിരിക്കാനായി ഫ്രണ്ടിലും രണ്ട് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുക. അടുത്തത് കണ്ടെയ്നറിന് ഉള്ളിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇൻസൈഡ് ദ കണ്ടെയ്നറിന് ഉള്ളിൽ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ഒരു അയൺ റോഡ് ഫിറ്റ് ചെയ്യുക. പിന്നീട് ഒരു വീല് രൂപത്തിൽ അയൺ പൈപ്പുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ തുണി നോർമൽ കണ്ടെയ്നറിൽ നിന്ന് കറങ്ങുമ്പോൾ അതിലെ അഴുക്ക് മുഴുവനായി പോകാറില്ല. എന്നാൽ ഈ കണ്ടെയ്നറിൽ കറങ്ങുമ്പോൾ അതിലെ പൈപ്പുകളിൽ തട്ടി അതിലെ അഴുക്ക് ഇളകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക. ഹൗ ടു യൂസ്. ഓപ്പൺ ദ കണ്ടെയ്നർ ഡോർ ആൻഡ് പുട്ട് ക്ലോത്ത്സ്, വാട്ടർ ആൻഡ് ഡിറ്റർജൻറ്റ് ആൻഡ് ക്ലോസ് ഡോർ. എന്ന് പറഞ്ഞാൽ ആദ്യം ഓപ്പൺ ദ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് വാട്ടർ, ക്ലോത്ത്, ഡിറ്റർജൻറ്റ് ഈ 3 കാര്യങ്ങൾ ഇടുക. എന്നിട്ട് ഡോർ അടയ്ക്കുക. പെഡൽ ദ സൈക്കിൾ സ്പീഡ്ലി ഓർ ദ കണ്ടെയ്നർ വിൽ സ്പിൻ. നമ്മൾ എത്രത്തോളം സ്പീഡിൽ പെഡൽ ചവിട്ടുകയോ അത്രയും സ്പീഡിൽ കണ്ടെയ്നർ കറങ്ങും. പെഡൽ ദ സൈക്കിൾ കണ്ടിന്യൂസ്ലി 10 to 20 minutes. 10 മുതൽ 20 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിളിൻ്റെ പെഡൽ ചവിട്ടുക. ആൾ ക്ലോത്ത്സ് വിൽ ക്ലീൻ. എല്ലാ ക്ലോത്തുകളും ക്ലീൻ ആകും. ഈ മെഷീൻ നമുക്ക് 3 കാര്യങ്ങളിൽ ഉപകാരപ്രദമാണ്. ഒന്ന്, നമ്മുടെ വ്യായാമം, ബോഡിക്കൊരു വ്യായാമവുമാകും. ക്ലോത്തുകൾ നമുക്ക് നന്നായി വാഷ് ചെയ്യാം. പിന്നീട് ഇലക്ട്രിസിറ്റി എനർജി ലോസ് നമുക്ക് കുറയ്ക്കാം. നന്ദി, നമസ്കാരം.